കുട്ടികളുടെ ആരോഗ്യത്തിനായി സ്കൂളിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ച സൂംബ സ്കൂളുകളിൽ നടപ്പാക്കാൻ പാടില്ല എന്ന ആജ്ഞയുമായി മുസ്ലിം മത നേതാക്കളും സമസ്ത യുവജന വിഭാഗവും രംഗത്ത്. സൂംബ പോലുള്ള നൃത്ത പരിപാടികൾ ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുമെന്നും രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ ഉന്നതമായി ചിന്തിക്കണമെന്നും സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അഭിപ്രായപ്പെട്ടു. ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനും പ്രതികരിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫ് താനും തന്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മക്കളെ പൊതുവിദ്യാലയത്തിൽ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെന്നും ആൺപെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാനല്ലെന്നും ടി.കെ. അഷ്റഫ് പറയുന്നു. ഇത്തരം പരിപാടികളിൽ പുരോഗമനങ്ങൾ കാണുന്നവരുണ്ടാകുമെന്നും എന്നാൽ ഇക്കാര്യത്തിൽ താൻ പ്രാകൃതനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇതോടെ സൂംബ വിവാദത്തിൽ മുസ്ലിം മതസംഘടനകളും CPM-ഉം തമ്മിൽ വാക്പോര് രൂക്ഷമായി. സൂംബ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കാനുള്ളതാണ്. സ്കൂളിൽ സൂംബ നടത്തുന്നതിൽ എന്താണ് തെറ്റ്? വളരെ ആഹ്ലാദപൂർവ്വമാണ് കുട്ടികൾ സൂംബ ഏറ്റെടുത്തിട്ടുള്ളത്. കാലത്തിനനുസരിച്ച് എല്ലാവരും ചിന്തിക്കണം. നാം ജീവിക്കുന്നത് പ്രാകൃത മധ്യകാലത്തൊന്നുമല്ല എന്നാണ് മന്ത്രി ബിന്ദു ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. എന്നാൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് RTF റൂൾ പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ലെന്നും മന്ത്രി വിശദീകരിച്ചു. കുട്ടികളോട് ആരും അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിൽ ആണ് ലഘുവ്യായാമ പ്രക്രിയകൾ ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.